ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മീഡിയം സൈസിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന ഒരു 3/4 കിലോ ചിക്കനാണേ. 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണേ. 2 ചെറിയ തക്കാളി കട്ട് ചെയ്തത്, വെളുത്തുള്ളി ഒരു 20 അല്ലിയോളം ഉണ്ട്, അത് ചതച്ചത്, ഒരു 4 പച്ചമുളക് ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി ഇത് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിക്കനിൽ നിന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ വെന്ത് കിട്ടി, ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട. ഈ ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമ്മുടെ ഈ ചാറൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ്റെ ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. വലിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണേ. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി മൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചേർത്ത് മൊരിച്ചെടുക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് വേണം അതനുസരിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.